ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ചെറിയൊരു ഏരിയ, അതായത് നമുക്ക് നീളം കൂടുതൽ ഉള്ള അധികം ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ വീതി ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു സെപ്റ്റി ടാങ്ക്. ആ ഏരിയയിൽ എങ്ങനെയാണ് നമുക്ക് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അധികം നീളമില്ല, എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെ ആഴം കൂട്ടിയെടുത്തിട്ടാണ് സെപ്റ്റി ടാങ്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന മൊത്തം തന്നെ എല്ലാം തന്നെ കോൺക്രീറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ഗുണം അത് തന്നെയാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സെപ്റ്റി ടാങ്ക് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ ഇന്നും ഔട്ടും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇന്നും ഔട്ടും വരുന്നത് 3 സ്റ്റെപ്പാണ് വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ശരിക്കും ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം. ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം തമ്മിൽ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്കിങ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഉണ്ടാവും, ഏകദേശം നല്ലൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ലിങ്കിങ് കിടക്കുന്നത് ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും തമ്മിൽ. ഒന്നാമത്തെ കോളത്തിലാണ് നമ്മൾ ഇൻപുട്ട് വരുന്നത്, അതായത് സെപ്റ്റി ടാങ്കിൻ്റെ വരുന്നത് എന്ന് വെച്ചാൽ ക്ലോസറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഫസ്റ്റ് കോളത്തിലാണ് വന്ന് വീഴുന്നത്. ഈ ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം ലിങ്ക് ആയതുകൊണ്ട് ഏകദേശം രണ്ടും ഒരേ സെയിം ലെവലിലായിരിക്കും വെള്ളം കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇത് സെപ്റ്റിക്ക് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വെള്ളമെല്ലാം മൊത്തം ഫില്ല് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് കോളം തമ്മിൽ താഴേക്കടെ അടിയിലൂടെയാണ് ലിങ്കിങ് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ലെവൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കോളം നോക്കുക. കണ്ടോ, ഒന്നാമത്തെ കോളത്തിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, അതിൻ്റെ സ്ലാബ് അടിച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പ് വരെ അടിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കോളം രണ്ടാമത്തെ കോളവും തമ്മിൽ ഏറ്റവും താഴെ തൊട്ട് സെപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ലെങ്ത്ത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒന്നാമത്തെ കോളത്തിൻ്റെ രണ്ടാമത്തെ കോളത്തിൻ്റെ ലെവൽ കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ കോളം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ വെള്ളം മൊത്തം നിറച്ചിടുന്ന സമയത്ത് ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം സെയിം ലെവലിലാണ് വെള്ളം വരുന്നത്. മൂന്നാമത്തെ കോളത്തിലേക്കാണ് അതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ കോളത്തിൽ നിന്ന് നേരെ ഒരു ഔട്ട് നമ്മൾ ഓവർഫ്ലോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ കോളത്തിൽ വന്ന് വീഴുന്ന വേസ്റ്റിനനുസരിച്ചുള്ള വെള്ളം, അത് മൊത്തം വെള്ളം ഫില്ല് ചെയ്തിടണം. ഒന്നാമത്തെ കോളത്തിൽ രണ്ടാമത്തിൽ വന്നിരിക്കുന്ന വേസ്റ്റ് വന്നതിനനുസരിച്ച് വെള്ളം മൂന്നാമത്തെ കോളത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ കോളത്തിൽ വെള്ളം ഓൾറെഡി ഫില്ലായതുകൊണ്ട് ഇവിടെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സെയിം വെള്ളം തന്നെ ഓവർഫ്ലോ അടിച്ച് പുറത്തേക്ക് പോകുന്നു. ഇതാണ് അതിൻ്റെ കറക്റ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഖരമായിട്ട് വരുന്ന വേസ്റ്റ് ഒന്നാമത്തെ കോളത്തിൽ വന്ന് വീഴുന്നു. ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം സെയിം ആയതുകൊണ്ട് ആ രണ്ടാമത്തെ കോളത്തിലുള്ള വെള്ളം മൂന്നാമത്തെ കോളത്തിലേക്ക് പോകുന്നു. അത്രയും വെള്ളം, ആ വേസ്റ്റിനനുസരിച്ചുള്ള വെള്ളം മൂന്നാമത്തെ കോളത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ കോളത്തിലും വെള്ളം ഫില്ലായതുകൊണ്ട് അതിൽ നിന്നും നേരെ ഓവർഫ്ലോ അടിച്ച് പുറത്തേക്ക് പോകുന്നു. ഈ ഒന്നാമത്തെ കോളത്തിൻ്റെ രണ്ടാമത്തെ കോളത്തിൻ്റെ സെപ്പറേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സെപ്പറേഷനിൽ നിന്ന് ഏകദേശം 1 ഇഞ്ച് താത്തിയായിരിക്കണം മൂന്നാമത്തെ കോളത്തിൻ്റെ ആ ലെവൽ വരുന്നത്. അതിൽ നിന്നും വീണ്ടും 1 ഇഞ്ച് താത്തിയായിരിക്കണം നമ്മുടെ ഓവർഫ്ലോ പൈപ്പ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ ഇന്നിൽ നിന്നും ഔട്ട് പൈപ്പ് വയ്ക്കുന്ന മിനിമം 2 ഇഞ്ചെങ്കിലും മിനിമം അതിൻ്റെ സ്ലോപ്പ് ഉണ്ടാവും. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നും ഔട്ടും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് 2 ഇഞ്ചെങ്കിലും അതിൻ്റെ ലെവൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. അതായത് ഇന്ന് പൊങ്ങിയും ഔട്ട് വരുന്നത് 2 ഇഞ്ച് താഴ്ന്നുമായിരിക്കണം അതിൻ്റെ പൈപ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന സെപ്പറേഷനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അതായത് ഏറ്റവും ഇന്നിൽ നിന്നും നമ്മൾ പറഞ്ഞ പോലെ 1 ഇഞ്ച് താത്തിയായിരിക്കണം മൂന്നാമത്തെ കോളത്തിൻ്റെ രണ്ടാമത്തെ കോളത്തിൻ്റെ സെപ്പറേഷൻ കൊടുക്കേണ്ടത്. അതിൽ നിന്നും 1 ഇഞ്ച് വീണ്ടും താത്തിയായിരിക്കണം നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്ന പൈപ്പ് കൊടുക്കേണ്ടത്, ഓവർഫ്ലോൻ്റെ പൈപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ചെറിയൊരു അതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നും അതെങ്ങനെ കൊടുക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.